സാർ, വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് UGC പുതിയ ചില നിഷ്കർഷകൾ കൊണ്ടുവരുന്നുണ്ട്. പുതിയ ഗവർണറായി വരുന്ന രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർക്ക് ഇനി ഗോളടിക്കാൻ സുവർണാവസരം തുറന്നു കിട്ടുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? അല്ല, ഈ പുതിയ ചില നിർദ്ദേശങ്ങൾ വെച്ചു എന്ന് പറയുന്നതല്ല അതിൻ്റെ ശരി. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വൈസ് ചാൻസലർ ആകുന്ന വ്യക്തി ഷുഡ് ബി എ ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺ. ഒന്നാമത്തെ കാര്യം, വിത്ത് ഹൈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഡെമോൺസ്ട്രേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഉയർന്ന അക്കാദമികമായ യോഗ്യതകൾ അത് ഉണ്ടാകണം. പിന്നെ എന്ത് വേണം? പിന്നെ ഭരണപരമായും നേതൃപരമായുമുള്ള യോഗ്യതകൾ തെളിയിക്കപ്പെട്ടിരിക്കണം. ഡെമോൺസ്ട്രേറ്റഡ് ആണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, ഭരണപരിചയം, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അണ്ട് വെറുതെ പോരാ, അത്രയും കാര്യങ്ങൾ എടുത്ത് കാണിക്കാൻ കഴിയണം, നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയണം. അതുകൂടാതെ 10 years എക്സ്പീരിയൻസ് ആസ് പ്രൊഫസർ ഇൻ എ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൂടാതെ 10 വർഷക്കാലം പ്രൊഫസറായി ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പരിചയം. അപ്പോൾ എന്തൊക്കെ വന്നു? ഒന്ന്, ഏറ്റവും അത്യുന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകൾ, അക്കാദമിക യോഗ്യതകൾ. 2, അതോടൊപ്പം ഭരണപരിചയം, പിന്നെ നേതൃഗുണം. ഇത് രണ്ടും തെളിയിക്കപ്പെട്ടിരിക്കണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എടുത്ത് കാണിക്കാൻ കഴിയണം. ഇത്രയുമുള്ള ഒരു അക്കാഡമീഷ്യൻ, അല്ലെങ്കിൽ ഓറാണ് എ പേഴ്സൺ ഹു ഹാസ് വർക്ക്ഡ് അറ്റ് എ സീനിയർ ലെവൽ ഇൻ റെപ്യൂട്ടഡ് റിസർച്ച് അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. അതെന്താണ്? സീനിയർ, വളരെ ഉയർന്ന സീനിയർ മീൻസ് വളരെ മറ്റേ ഹൈ ഗ്രേഡ് അല്ല, ഉയർന്ന പ്രാമുഖ്യമുള്ളതും ഉയർന്നതും പേരുകേട്ടതും അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഗവേഷണ അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ആയിരിക്കണം. അവിടെ സയൻറ്റിസ്റ്റായിട്ടും അക്കാഡമിക് യോഗ്യതയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ. അതാണ് സീനിയർ ലെവൽ ഇൻ എ റെപ്യൂട്ടഡ് റിസർച്ച് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ. ഇപ്പോൾ CMFRI, ICAR ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ സീനിയറായിട്ട് പ്രവർത്തിച്ച അവർക്ക് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അല്ലെങ്കിൽ അറ്റ് എ സീനിയർ ലെവൽ ഇൻ ഇൻഡസ്ട്രി, വ്യവസായത്തിൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിൽ, പബ്ലിക് പോളിസി, പൊതു നയരൂപീകരണത്തിൽ, ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അവിടെയൊക്കെ എങ്ങനെ വേണം? വെറുതെ പോരാ, വിത്ത് എ പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഓഫ് സിഗ്നിഫിക്കൻ്റ് അക്കാഡമിക് സ്കോളർലി കോൺട്രിബ്യൂഷൻസ്. ഈ ഭാഗം ഇവർ പറയാറില്ല. ഈ 3 സെക്ടറിൽ നിന്ന് വരുന്നവർക്ക് എന്തുണ്ടായിരിക്കണം? വിത്ത് എ പ്രൂവൻ, തെളിയിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഏതിലെ? അക്കാഡമിക് ആൻഡ് സ്കോളർലി കോൺട്രിബ്യൂഷൻസ്. അക്കാദമികവും പിന്നെ സ്കോളർ എന്ന നിലക്ക് ധൈഷണികവുമായ വലിയ സംഭാവനകൾ നൽകിയതിൻ്റെ ട്രാക്ക് റെക്കോർഡ്, ചരിത്രമുള്ള വ്യക്തിയായിരിക്കണം ഈ വരുന്നത്. അപ്പോൾ ഇവരൊക്കെ എവിടെ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, റിസർച്ച് അല്ലെങ്കിൽ അക്കാഡമിക് സ്ഥാപനത്തിൽ പ്രവർത്തിച്ചാൽ മാത്രം കാര്യമായില്ല. അവർക്ക് പിന്നെ എന്ത് വേണം? ഈ പറഞ്ഞ കാര്യം വേണം. ഈ അക്കാഡമിക്കിലും സ്കോളർലിയുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയിരിക്കണം. വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ബൗദ്ധികമായ സംഭാവനകൾ നൽകിയിരിക്കണം. വലിയ അക്കാഡമിക് യോഗ്യതകൾ അവർ നൽകിയിരിക്കണം. അത് ട്രാക്ക് റെക്കോർഡാണ്. ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം, അല്ലാണ്ട് വെറുതെ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് അത് പബ്ലിക്കായിട്ട്. ഇപ്പോൾ IAS കാരനായി കഴിഞ്ഞാൽ പറ്റില്ല. IAS കാരന് ഈ യോഗ്യത ഉണ്ടെങ്കിൽ IAS കാരനെ പരിഗണിക്കാം.
പബ്ലിക് പോളിസിയിലുള്ളവർക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാം. ഒരു ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും പരിഗണിക്കാം. ഇത് വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയേണ്ട, അതിൻ്റെ ഒരു കൊളീജിയം എന്നല്ല അതിനെ ആ ഇലക്ട്രൽ ബോഡി, ആ ഇലക്ട്രൽ റോൾ അതിനെ വിപുലീകരിച്ചേക്കാണ്. അക്കാദമിക രംഗത്ത് നിന്ന് മാത്രമല്ല, അക്കാദമികമല്ലാത്ത ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ അല്ലാത്ത രംഗത്ത് പ്രവർത്തിക്കുകയും ഉയർന്ന അക്കാദമിക് നിലവാരവും ഈ സ്കോളർഷിപ്പും എല്ലാം തെളിയിക്കുകയും ചെയ്തിട്ടുള്ളവരും ഈ പദവിക്ക് ഭരണപരവും അല്ലാത്തതുമായ നേതൃത്വവുമായ കാര്യങ്ങളിൽ ഇതൊക്കെ തെളിയിച്ചിട്ടുള്ളവരെ വേണം പരിഗണിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെറും 10 വർഷത്തെ പ്രൊഫസർഷിപ്പ് എന്തോ റിസർച്ച് എക്സ്പീരിയൻസ് എന്നോ ബാക്കിയുള്ള കാര്യങ്ങളോ പറഞ്ഞിട്ട് പോരാ, ഇതെല്ലാം വേണം. അതൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ് കൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വൈസ് ചാൻസലറാണ് അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. ഒരു സ്ഥാപനത്തിൻ്റെ അക്കാദമികവും ഭരണപരവുമായ തലവനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അക്കാദമിക മികവിനോടൊപ്പം ഭരണപരമായ കഴിവ് കൂടി തെളിയിക്കപ്പെട്ടിരിക്കണം. അങ്ങനെ കരുതുന്നതിൽ എന്താ തെറ്റ്? ആ പദവിയുടെ ഒരു ഉയർച്ചയ്ക്ക് അല്ല, ആ പദവിയിൽ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ വന്നിരുന്നിട്ട് പിന്നെ പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല. പഠിച്ചുണ്ടാക്കാനല്ല, അങ്ങനെ ഇരുന്നേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ KSRും ട്രഷറി കോഡും ഫിനാൻസ് മാനുവലും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്തു പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൂടി അറിഞ്ഞിരിക്കുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്. അതല്ല, വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ ഭരണപരമായ കാര്യങ്ങളിൽ ഒരു വലിയ പൂജ്യമാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തകർന്നു പോകും. നേരെ തിരിച്ചു വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. നല്ല ഭരണപരമായിട്ട് നല്ല IAS ഓഫീസറാണ്, പക്ഷേ അക്കാഡമിക് കോൺട്രിബ്യൂഷനിലേക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്താ ഒരു തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. എന്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്? നേരത്തെ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, ചാൻസലറുടെ നോമിനി. ആ നോമിനി നേരത്തെ പറഞ്ഞ ഈ യോഗ്യതകളൊക്കെ ഉള്ള ഒരു അക്കാഡമീഷ്യൻ ആയിരിക്കണം. പിന്നെ വരുന്ന ആരാണ്? UGCയുടെ നോമിനി ഈ യോഗ്യതകളൊക്കെ ഉള്ള ഒരു അക്കാഡമീഷ്യൻ ആയിരിക്കണം. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ നോമിനി, യൂണിവേഴ്സിറ്റി, സെനറ്റ്, സിൻഡിക്കേറ്റ്, ഇവർക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരാളെ ഈ യോഗ്യത ഉള്ള ആളായിരിക്കണം. പാർട്ടി നോമിനി ആകരുത്. ഇപ്പോൾ ഏതോ ഒരു കാര്യത്തിൽ വായിച്ചില്ലേ, ഏതോ യൂണിവേഴ്സിറ്റി പോയിട്ട് പാർട്ടി നോമിനി ആയിട്ടുള്ള ഒരാളാണ് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. തെറ്റാണത്, ചെയ്യാൻ പാടില്ല. ഇത് പാർട്ടിക്കാരെ പ്രൊമോട്ട് ചെയ്ത് പാർട്ടിക്കാർക്ക് പാരിതോഷികം കൊടുക്കാനുള്ളൊരു ബോഡി അല്ല യൂണിവേഴ്സിറ്റി. അത് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് യോഗ്യതകളുള്ള ആൾ വേണം എന്ന് നിഷ്കർഷിക്കുകയാണ്. ഇനി അയാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു സമിതി, ആ സമിതിയെ ചാൻസലറാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സാർ, നമുക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചാൻസലറിന് എത്രത്തോളം അധികാരമുണ്ടെന്ന് കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറിലൂടെയാണ്. അപ്പോൾ സർക്കാർ അദ്ദേഹത്തിനെതിരെ ഒരു ദ്വന്ദ്വ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഇവിടെ ആർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കർശനമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും. സ്വാഭാവികമായും UGC അതിനെ ഹെൽപ്പ് ചെയ്യും. UGCയുടെ തലവനായിരിക്കും അതിന് സഹായിയായി നിൽക്കുന്നത്, അല്ലേ? അല്ല, ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവർണർ ചാൻസലറാണ്. നിങ്ങൾ ഗവർണർ എന്നുള്ളത് മാറ്റി വെക്ക്, ചാൻസലർ. ഗവർണർ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ബന്ധത്തിൽ ഗവൺമെൻറ് പറയുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണം. ചാൻസലർ സ്വതന്ത്രമായി തീരുമാനമെടുക്കണം. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പരിഗണിക്കുകയേ വേണ്ട. സ്വതന്ത്ര തീരുമാനം എടുക്കാം, അല്ലേ? ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. ആര് കൊടുക്കുന്ന തീരുമാനവും അദ്ദേഹം പരിഗണിക്കണമെന്നില്ല.
അദ്ദേഹത്തിന് വിപുലമായ വിവേചനാധികാരം ചാൻസലർക്കുണ്ട്, ഗവർണർക്കില്ല. രണ്ടാണ്. ഇപ്പം ക്യാബിനറ്റ് ഒരു കാര്യം പാസ്സാക്കി കഴിഞ്ഞാൽ ആ ക്യാബിനറ്റ് പാസ്സാക്കിയ കാര്യം ഭരണഘടനാ വിരുദ്ധമല്ല എന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ്. ഇനി ഭരണഘടനാ വിരുദ്ധമാണെന്ന് തന്നെ വെക്ക്, തിരിച്ചയച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് തന്നെ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഗവർണർക്കത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ചാൻസലർക്ക് അങ്ങനെയല്ല. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചാൻസലർ ചെയ്യുന്നത് ഭരണഘടനയ്ക്ക് അനുസൃതമായി സൃഷ്ടിക്കപ്പെട്ട നിയമത്തെ അതിൻ്റെ വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ നടപ്പിലാക്കുക എന്ന കൃത്യമാണ്. അത് ചാൻസലറുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ ആ നിയമം ചാൻസലർ ലംഘിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ നോക്കാൻ പറ്റൂ. ആ നിയമം ലംഘിച്ചിട്ടില്ല എങ്കിൽ ചാൻസലർ ശരിയാണ് ചെയ്യുന്നത്. ഇനി ചാൻസലറാണ് ഇതിൻ്റെ ഭരണപരമായ കാര്യങ്ങളുടെ പരമാധ്യക്ഷൻ എന്നുണ്ടെങ്കിൽ, പരമാധികാരി എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അദ്ദേഹത്തിൻ്റെ ഒരാളെ ഉള്ള കമ്മിറ്റിയിൽ, ബാക്കി UGC ആണ്, മൂന്നാമത് സർവകലാശാലയാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ വന്നു. അപ്പോൾ അത് ഗവർണർ ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് നിയമം അനുസരിച്ചിട്ടാണ്? അതിനൊരു നിയമവുമില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ താല്പര്യങ്ങളല്ലേ ഇക്കാലം അത്രയും സംരക്ഷിച്ചു പോന്നുകൊണ്ടിരുന്നത് ഭരിക്കുന്ന. അത് വളരെ മോശമായ ഒരു ട്രഡീഷൻ കേരളത്തിലുണ്ടാക്കി. അതിൻ്റെ കൂടി ഫലമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ഇന്ന് എത്തി നിൽക്കുന്നത്. സർക്കാർ സത്യം പറയുന്നില്ല. നമ്മുടെ സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിലും സർവകലാശാലകളിലും എത്ര വിദ്യാർത്ഥികൾ ഉണ്ട്, ആ വിദ്യാർത്ഥികളുടെ കുറവ് മൂലം എത്ര കോഴ്സുകൾ നിർത്തലാക്കാൻ പോകുന്നുണ്ട്, എത്ര കോഴ്സിൽ എത്ര വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്ന ഒരു കണക്ക് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കണക്ക് പ്രസിദ്ധീകരിച്ച പരിതാപകരമായിരിക്കും. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതങ്ങനെ ഒരിക്കലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇനി അടുത്തൊരു കാര്യം എടുത്തു നോക്ക്. ഇത് കൺകറൻറ്റ്, ഉന്നത വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യത്തിന് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്ക് നിയമം ഉണ്ടാക്കാം. കേന്ദ്രത്തിലെ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് UGC ആക്ട് 1954. ആ UGC ആക്ട് പിന്നെ അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ആക്ട്. ആ നിയമം അനുസരിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഭരണപരവും അക്കാദമികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം UGCക്ക് കൊടുത്തേക്കാണ്. അവരാണ് നോംസ് ഉണ്ടാക്കുന്നത്. അവർ നിയമപ്രകാരം ഉണ്ടാക്കുന്ന നോം ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണെന്ന് എങ്ങും നിൽക്കില്ല. കാരണം സ്റ്റേറ്റ് ആക്ട് അല്ല, സെൻട്രൽ ആക്റ്റാണ് നിലനിൽക്കുക. Where there is a conflict between the state act and the central act prevails over the state act. ഇതാണ് നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിയമം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ അസംബ്ലിയെ അങ്ങനെ അവമാനിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതൊരു ജനപ്രതിനിധികളുടെ സഭയാണ്. ജനപ്രതിനിധികൾ നിയമം നിർമ്മിക്കാൻ പോകുന്ന സഭയാണ്. ആ നിയമനിർമ്മാണ സഭയിൽ വെച്ചുകൊണ്ട് നിയമലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ പാസ്സാക്കുന്നത് അവർക്ക് നല്ലതല്ല, നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരുമാണ്. അപ്പോൾ എന്തായാലും ഈ പുതിയ UGCയുടെ ഒരു നീക്കം വലിയ മാറ്റങ്ങൾ അല്ലേ നമ്മൾ ചിന്തിക്കാൻ കഴിയുന്ന. അല്ല, മിടുക്കരായിട്ടുള്ളവർ വരട്ടെ, കഴിവുള്ളവർ വന്നത് ചെയ്യട്ടെ. നിയമമല്ലേ മാറ്റാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ആ നിയമത്തിൻ്റെ അനുസരിച്ച് UGC അവരുടെ അധികാരം വെച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ചോദിക്കുന്ന കാര്യം, അപ്പോൾ ഇത് ചോദിക്കുന്നൊരു കാര്യം, ഞങ്ങൾ ഈ കാശൊക്കെ മുടക്കി നിൽക്കുന്നത്, കാശ് മുടക്കിക്കോ, നിങ്ങൾ മുടക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ.
ഒന്നാമത്തെ കാര്യം, ഗവൺമെൻറ് കാശ് മുടക്കുന്നു പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരുടെ ആരെയും കയ്യിൽ നിന്ന് എടുത്തിട്ടല്ലോ, നമ്മുടെ പണമാണ്, നികുതി പണമാണ്. ആ നികുതി പണം മുടക്കുന്ന സമയത്ത് അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളാണ് വെച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥകൾ ഇവർ പാലിക്കണ്ടേ? അത് പാലിക്കില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.